ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് സർക്കാർ എല്ലാ സഹായവും ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന് യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട്ട് നടന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷ നാളെ ആരംഭിക്കും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മറ്റന്നാൾ തുടക്കം. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിനുശേഷം 300ഓളം ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കിയതായി ഇസ്രയേൽ പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമുള്ളിടത്ത് വിമാന കമ്പനികൾ അധിക ശേഷി ഉപയോഗപ്പെടുത്തുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ഇൻഡിഗോയുടെ 30ഉം എയർ ഇന്ത്യ എക്സ്പ്രസും 23ഉം ഉൾപ്പെടെ ഇന്ന് 58 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ടിക്കറ്റ് നിരക്കുകളിൽ അനാവശ്യമായ വർധന ഉണ്ടാകാതിരിക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 31 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 16 എണ്ണവും തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ടിയിരുന്ന 15 എണ്ണവുമാണ് റദ്ദാക്കിയത്. അതേസമയം മസ്കറ്റിലേക്കുള്ള ഒമാൻ എയറിന്റെ വിമാനം പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം സജ്ജീകരിച്ചു. ടോൾ ഫ്രീ നമ്പരായ 1800118797 പ്ലസ് 911123012113 പ്ലസ് 911123014104 പ്ലസ് 911123017905 എന്നീ നമ്പറുകളിലോ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ബന്ധപ്പെടാം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് സർക്കാർ എല്ലാ സഹായവും ചെയ്തുവരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രവാസികൾക്കു വേണ്ട എല്ലാ സഹായവും എംബസി നൽകുന്നുണ്ട്. സർക്കാർ സംരക്ഷണം നൽകുന്നതുപോലെ സ്വയം സുരക്ഷിതരാകാൻ അവർ ശ്രമിക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. മലയാളികളെന്നല്ല, അവിടെ കുടുങ്ങിയിട്ടുള്ള എല്ലാ പാസഞ്ചേഴ്സിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അത് അവിടുത്തെ എംബസി, നമ്മുടെ അവിടുത്തെ കോൺസൽ, അവരെല്ലാം അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ മുഴുവൻ നോക്കണം. അത് ടേക്കൺ കെയർ ഓഫ് ആണ്. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ ജില്ലകളിലായി പൂർത്തീകരിച്ച പുതിയ മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ ശിലാസ്ഥാപനവുമാണ് നിർവഹിക്കുക. മന്ത്രി വി ശിവൻകുട്ടി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കന്നി വോട്ടർമാരുമായി അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. പരീക്ഷാ നടത്തിപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്ത് 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികൾ ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതും. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 633 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവച്ചിരിക്കുകയാണ്. ചോദ്യപേപ്പറുകളുടെയും ഉത്തരക്കടലാസുകളുടെയും വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇൻവിജിലേഷൻ ജോലിക്കായി 26,000-ഓളം അധ്യാപകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7-ന് ആരംഭിച്ച് 28-ന് പൂർത്തീകരിക്കും. മെയ് 3-ാം വാരത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്തും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകളും നാളെ ആരംഭിക്കും. 2-ാം വർഷ പരീക്ഷകൾക്ക് മറ്റന്നാൾ തുടക്കമാകും. മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന് യാത്രാമൊഴി.
സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടന്നു. സംസ്കാര ചടങ്ങിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ സ്പീക്കർ എൻ ഷംസീർ, എംഎൽഎമാരായ കെ രമ, സജീവ് ജോസഫ്, ടി സിദ്ദിഖ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം. ദ്വാരപാലക ശില്പകേസിലെ സ്വാഭാവിക ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ചതോടെ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കും. കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. പോഷൻ അഭിയാൻ 2.0യുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സുപോക്ഷിത് ഗ്രാമപഞ്ചായത്ത് അവാർഡിന് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അർഹമായി. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച രാജ്യത്തെ 1000 പഞ്ചായത്തുകളിൽ ഒന്നായാണ് അഞ്ചരക്കണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പ്രതിമാസം 21 ദിവസം പ്രവർത്തിക്കുന്ന അങ്കണവാടി കേന്ദ്രങ്ങൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സുവരെയുള്ള കുട്ടികൾ എന്നിങ്ങനെ 50 രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾ, കുറഞ്ഞത് 80% അങ്കണവാടി കേന്ദ്രങ്ങളിൽ കുടിവെള്ള സൌകര്യം, കുറഞ്ഞത് 70% കേന്ദ്രങ്ങളിൽ ശൌചാലയ സൌകര്യം, കുറഞ്ഞത് 90% വളർച്ചാ അളവെടുപ്പ് കാര്യക്ഷമത എന്നീ നിബന്ധനകൾ പാലിച്ച ഗ്രാമപഞ്ചായത്തുകളെയാണ് അവാർഡിന് പരിഗണിച്ചത്. 1 ലക്ഷം രൂപയും ഗ്രാന്റും വിജയികൾക്ക് ലഭിക്കും. ഏപ്രിൽ 2-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആയിരക്കണക്കിന് നഴ്സുമാർ പങ്കെടുത്തു. മിനിമം വേതനം 20,000-ൽ നിന്ന് 40,000-ആയി ഉയർത്തണം എന്നാണ് നഴ്സുമാരുടെ ആവശ്യം. ICC T20 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. രാത്രി 7-നാണ് മത്സരം. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേരു ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേരു ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേരു ചേർക്കാൻ അവസരം. വയനാട് പാച്ചാടിയിൽ യുവ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. ബത്തേരി സ്വദേശി രജീവാണ് മരിച്ചത്. കാട്ടാന പറമ്പിൽ ഇറങ്ങിയതറിഞ്ഞ് തുരത്താനായി പോയപ്പോഴായിരുന്നു ആക്രമണം. ആനയെ പിടികൂടാനുള്ള അനുമതിക്കായി ഇന്നുതന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ സുൽത്താൻ ബത്തേരി റെസ്റ്റ് ഹൌസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. വനം വകുപ്പിന്റെ കണ്ണൂർ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം ഫാം ബ്ലോക്കിലെ വയനാടൻ കാട് ഭാഗത്തുനിന്നുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചു. കൊട്ടിയൂർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ദൌത്യം പുരോഗമിക്കുന്നത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1472 പോയിന്റ് താഴ്ന്ന് 78,767-ലും നിഫ്റ്റി 493 പോയിന്റ് താഴ്ന്ന് 24,373-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയും ഗ്രാമിന് 15,080 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് സർക്കാർ എല്ലാ സഹായവും ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട്ട് നടന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷ നാളെ ആരംഭിക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മറ്റന്നാൾ തുടക്കം. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.